ഹലോ ഗൈസ്, നമ്മളിന്ന് ബാംഗ്ലൂരിൻ്റെ മൂന്നാമത്തെ ദിവസം. ബാംഗ്ലൂർ വ്ലോഗ് 3. നമ്മൾ ബാംഗ്ലൂരിലെ ഓരോ മുക്കലും മുരലും തേരാപ്പാര ചുറ്റി നടക്കുകയാണ്. ഇന്ന് എങ്ങോട്ടാ പോകുന്നേട്ടാ? അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. നമ്മളിന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് കേട്ടോ, ഇന്നത്തെ പോലെ തന്നെ രാവിലെ ഇറങ്ങണം വിചാരിച്ചു, പക്ഷെ ഉച്ചയ്ക്കാണ് നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ ഏതോ പാർക്കുണ്ട്, അവിടെ പാർക്കിലേക്കാണ് പോകുന്നത്. പിന്നെ അതിന് ശേഷം വൈകുന്നേരം ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകു ഹായ് പറഞ്ഞേ. എങ്ങോട്ടാ പോകുന്നത് വൈകു? കറങ്ങാനാ? ആരാന്ന് കൂടെ കറങ്ങാൻ വരുന്നത്? ചിന്നുണ്ടോ? ചിന്നുമില്ല. പിന്നെ മാമനോ? മാമനില്ല. വൈകു ഒറ്റയ്ക്കാ? ഓക്കെ. അമ്മ അച്ഛനും എന്നാ പോവാ? എന്നാ നടക്കൂ. ഇല്ലയാ അല്ലേ? ഓക്കെ. കുഞ്ഞു പൂച്ച കമോൺ പിടിക്ക്, ഓടി പിടിക്ക്. ഹലോ ഹലോ ഗേസ്. എവിടേക്കാണ് പോകുന്നത് ഗേസ്? കറങ്ങാനോ? എവിടെ കറങ്ങാനാണ് പോകുന്നത് ഗേസ്? അച്ഛന്. വൈകു എങ്ങോട്ടാ കറങ്ങാൻ പോകുന്നേ? അങ്ങനെയൊന്നും ഇല്ലല്ലേ? കാക്കയില്ലെന്ന് പറ. എവിടേക്കാ കറങ്ങാൻ പോകുന്നേ പറ. എവിടെയെങ്കിലോ? അങ്ങനെ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ മൂന്നാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഷോപ്പിങ്ങിനായിട്ട് ഓൾറെഡി പോയതാണ്. പിന്നെ ഇനി അവിടെ പോകാനുള്ളൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ കുറേ ആലോചിക്കുമായിരുന്നു. പിന്നെ കുറേ സ്പോട്ടുകളുണ്ട് ബാംഗ്ലൂർ. പക്ഷേ ഈ ട്രാഫിക്കും കാരണം അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഒരു മടിയും കാരണം ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അന്നേ ദിവസം തന്നെ രാവിലെ എണീച്ചിട്ട് നന്ദി ഹിൽസ് പോകാമെന്ന് കരുതി. പക്ഷേ രാവിലെ ഒരു 4 മണിക്കൊക്കെ എണീച്ച് പോവണം. അവിടെ എന്നാലാണ് സൺറൈസൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഡ്രോപ്പാക്കി. അത്രയും നേരത്തെ എണീച്ച് മോളെയും കൊണ്ട് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അത് കണ്ടെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നന്ദി ഹിൽസിലൊക്കെ പോയതാണ്. ഞങ്ങൾ രണ്ടാളും കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷത്തിന് ശേഷം ഒന്നുകൂടെ വന്നിട്ട് കാണാമെന്ന് കരുതിയിരുന്നു. പക്ഷേ അത് നടന്നില്ല. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിനുള്ള ഒരു പാർക്ക് പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങുകയാണ്. ഒരു കബേൺ പാർക്ക്, അങ്ങനെ തന്നെയല്ലേ പേര്? കബേൺ പാർക്ക് എന്നാണ്. അവിടെ പോകാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബാംഗ്ലൂർ ഒരുപാട് സ്പോട്ടുകളുണ്ടെങ്കിലും ഞങ്ങൾ എത്തിപ്പെട്ടത് കബേൺ പാർക്കിലാട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. പിന്നെ വൈകുന്നേരമൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകാറുണ്ട്. പിന്നെ അതിനായിട്ടൊരു ഫ്രണ്ട്സിൻ്റെ ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് വൈകുന്നേരമാണ് സമയം. അപ്പോൾ അതുവരെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ പാർക്ക് പോകാമെന്ന് കരുതിയത്. പാർക്കിൽ നമ്മൾ വണ്ടി കൊണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പാർക്കിംഗ് ഫീസ് 1 ഡേ 50 ആണ് അവിടെ ചാർജ് വരുന്നത്.
ഒരു ദിവസം ഫുള്ളായിട്ട് നിർത്താം. അഡീഷണൽ കോസ്റ്റ് ഒന്നുമില്ല. പിന്നെ വണ്ടി കൊണ്ടല്ലാന്നുണ്ടെങ്കിൽ മെട്രോ സർവീസും അതും ടാക്സി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാർക്കിലേക്ക് കയറാൻ പ്രത്യേക ഫീസും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ എൻട്രി ആണ്. അപ്പോൾ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു സ്പോട്ടാട്ടോ. ഞാൻ ചെന്നപ്പോൾ നമ്മൾ ഇവിടുത്തെ പാർക്ക് പോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളതും പിന്നെ കുറച്ചൊക്കെ നടക്കാനുള്ള ഏരിയ ഒക്കെയാണെന്നാ കരുതിയത്. പക്ഷെ അതൊന്നുമല്ല, ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. എന്തായാലും ബാംഗ്ലൂർ വരുന്നവരുണ്ടെങ്കിൽ ഈ ഒരു പാർക്കിൽ മസ്റ്റ് വിസിറ്റ് ആണ്. കാരണം നല്ല അടിപൊളി സ്ഥലമാണ്, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ഞങ്ങൾ എന്നിട്ട് അവിടെ എത്തിയ ഉടനെ തന്നെ പറയുകയും ചെയ്തു, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കുകയായിരുന്നു. കാരണം അത്രയും നല്ലൊരു സ്പേസ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ പാർക്കിൽ എത്തിയ ഉടനെ തന്നെ കുറേ ഫോട്ടോസും ഇതൊക്കെ എടുത്തു കേട്ടോ. നല്ല രസമുള്ള ഫോട്ടോസൊക്കെ കിട്ടി. ഫോട്ടോസൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈകിയുടെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു. നല്ല അടിപൊളി ലൊക്കേഷനാണ് അവിടെ. പിന്നെ അവിടെ ഭയങ്കര ഫുള്ള് മരങ്ങളാട്ടോ. അവിടെ ഫുള്ള് പറഞ്ഞാൽ ഫുള്ള് മരങ്ങളൊക്കെയാണ്. പിന്നെ കുറേ ചെടികളും പിന്നെ അങ്ങനത്തെ കുറേ കിളികളെ സൗണ്ടും അതൊക്കെയായിട്ട് നല്ല ഒരു ഫുള്ള് ഒരു ഹരിതാപം പച്ചപ്പും കൂടിയ ഒരു സ്ഥലമാണ്. നല്ല രസമുണ്ട്. അവിടെ കുറേ പേര് നടക്കാൻ വരുന്നവരുണ്ട്, കുറേ പേര് ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പേസാണ് അവിടെ. എൻട്രീൻ്റെ അതേപോലെ തന്നെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്നോ? നല്ല രസമുണ്ട് സ്ഥലം. എന്ത് കളറാ അത്? യെല്ലോ. അതൊക്കെ യെല്ലോ അല്ലേ? എവിടുന്നാ കിട്ടിയത് പൂവ്? താഴേന്ന്. കബൺ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ കർണാടക ഹൈക്കോടതി ഉള്ളത്. അത് ഈ ഒരു മതിലിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് വരും. അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ ഇല്ല, അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുനിന്ന് കാണാനും പറ്റും. അപ്പോൾ കബൺ പാർക്കിൽ അങ്ങനെ നമ്മളൊരു 1-2 മണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. എത്ര ഇരുന്നാലും മതിയാവില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസാണത്. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ബാംഗ്ലൂർ വരുന്നവരുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു കബൺ പാർക്ക്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ തന്നെ ഈ സമയം ഒരു 3 മണിയൊക്കെ ആയിരുന്നു. നല്ല വിശപ്പ് വന്നിരുന്നു. നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റിലെത്തി. ഫ്രണ്ടിനെല്ലാം മീറ്റ് ചെയ്ത് നമ്മളങ്ങനെ ഇറങ്ങുകയാണ്. അവരെ മീറ്റ് ചെയ്യുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ മോശമല്ലേ, അവരെ പ്രൈവസിയിൽ ചെന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് റൂമിലേക്ക് പോവാണ്. ഇനി നമ്മൾ
നാളെ വേണം വെട്ടിങ്ങടക്ക് എല്ലായിടത്ത് നമ്മൾ തിരിച്ച് നാട്ടിൽ പോകാൻ. അപ്പോൾ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ 3-ാമത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി നമ്മൾ നാളെ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ 4th വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.